വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. മത്തായി 5:5. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സുവിശേഷ സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 4-ാം ഭാഗത്തിലാണ് നാം. 3-ാമത്തെ സുവിശേഷ ഭാഗ്യമായ ശാന്തശീലത എന്ന പുണ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ജെൻറ്റിൽനെസ്. ഈശോ പറഞ്ഞു, ശാന്തശീലർ അനുഗ്രഹീതർ, അവർ ഭൂമി അവകാശമാക്കും. എന്താണ് ജെൻറ്റിൽനെസ്? എങ്ങനെയാണ് ഒരാൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശാന്തത ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന ശാന്തതയുടെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, വചനം ജെൻറ്റിൽനെസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മനോഭാവമാണ്. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാനുള്ള സന്നദ്ധതയെയാണ് ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത്. ശാന്തശീലരായിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാം പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ല. നമ്മൾ കർത്താവിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണമെന്നില്ല. കർത്താവിൻ്റെ രീതികൾക്ക് വേണ്ടി കാത്തിരിക്കണം. കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. കർത്താവിൻ്റെ രീതികൾക്ക് വേണ്ടി കാത്തിരിക്കണം. ഇപ്രകാരം ശാന്തതയോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യൻ്റെ കഥയുണ്ട് പഴയ നിയമത്തിൽ. പൂർവപിതാവായ ജോസഫ്. ജോസഫിന് വളരെ ചെറുപ്പത്തിലെ ദൈവം ദർശനങ്ങൾ നൽകി, വെളിപാടുകൾ നൽകി. നീ അധികാരിയാകുമെന്ന്, നിന്റെ സഹോദരങ്ങൾ നിന്നെ ആദരിക്കുമെന്ന്, നിന്റെ മുൻപിൽ അവർ മുട്ടുകുത്തുമെന്ന്, നീ ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുമെന്ന് അവന് സ്വപ്നങ്ങളുണ്ടായി, വെളിപാടുകളുണ്ടായി. അവൻ തൻ്റെ സ്വപ്നങ്ങൾ, തനിക്ക് കിട്ടിയ ദൈവീക വെളിപാടുകൾ, സ്വർഗീയ ദർശനങ്ങൾ തൻ്റെ സഹോദരങ്ങളോടും പ്രിയപ്പെട്ട പിതാവിനോടുമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അവർ അവനെ പരിഹസിക്കുകയും അവനെ നിന്ദിക്കുകയും അവനെ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും അവനെ നശിപ്പിക്കാൻ നോക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ പുറത്താക്കിയ സഹോദരങ്ങളോട് ഒരു വെറുപ്പമില്ലാതെ സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായി ചെന്ന ജോസഫിനെ സഹോദരങ്ങൾ തന്നെ ആക്രമിക്കുകയും കൊല്ലാൻ നോക്കുകയും ഒടുവിൽ ഈജിപ്തിലേക്ക് അടിമയായി വിറ്റുകളയുകയും ചെയ്തു. ഈജിപ്തിലേക്ക് അടിമയായി വിൽക്കപ്പെടുമ്പോൾ ജോസഫിന് ഏകദേശം 17 വയസ്സ് പ്രായമുണ്ട്. പൊന്തിഫറിൻ്റെ വീട്ടിലായി അവൻ ജോലി ചെയ്യുന്നു. പൊന്തിഫറിൻ്റെ വീട്ടിൽ അവൻ ഉത്തരവാദിത്വത്തോടുകൂടെ ഒരു അടിമയായി ജോലി ചെയ്യുമ്പോഴും അവൻ ദൈവത്തെ പഴിക്കുന്നില്ല. അവൻ പറയുകയാണ്, ഞാനിവിടെ ഇങ്ങനെ ഒരു അടിമയായിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവൻ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നില്ല. തനിക്ക് സ്വപ്നങ്ങൾ നൽകിയ, തനിക്ക് ദർശനങ്ങൾ നൽകിയ ദൈവത്തിനെതിരെ അവൻ പിറുപിറുക്കുന്നില്ല. തന്നെ ദ്രോഹിക്കുകയും തന്നെ അടിമയാക്കി വിൽക്കുകയും ചെയ്ത തൻ്റെ സഹോദരങ്ങൾക്കെതിരെ അവൻ ഹൃദയത്തിൽ ദേഷ്യവും പകയും
കോപവും ക്രോധവും കൊണ്ട് നടക്കുന്നില്ല. അവൻ പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ അവൻ അടിമയായി, അവൻ ഉത്തരവാദിത്വത്തോടുകൂടെ, പ്രസാദാത്മകമായ ചിന്തകളോടുകൂടെ, ശാന്തതയോടുകൂടെ തൻ്റെ ജോലികൾ ചെയ്യുമ്പോൾ അവന് പാപം ചെയ്യാനുള്ള പ്രലോഭനമുണ്ടാകുന്നു. പക്ഷേ ആ പ്രലോഭനത്തെ അവൻ അതിജീവിക്കുന്നു, അവൻ നേരിടുന്നു. അതിൻ്റെ ഫലമായി അവന് ലഭിക്കുന്നതോ തടവറയാണ്. ആ തടവറയിൽ അവൻ ഏകദേശം 3 വർഷങ്ങൾ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. രാജാവിൻ്റെ പാനപാത്രവാഹകൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തതിന് ശേഷവും വീണ്ടും 2 വർഷങ്ങൾ കൂടെ അവൻ അവിടെ തന്നെ കിടക്കേണ്ടി വന്നു. തടവറയിൽ കിടക്കുന്ന നാളുകളിലും അവൻ ദൈവത്തിൻ്റെ വെളിപാടുകൾക്ക് വേണ്ടി, ദൈവം തരുന്ന സന്ദേശങ്ങൾക്ക് വേണ്ടി കാത്തുകിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവന് രാജാവിൻ്റെ അംഗരക്ഷകൻ്റെയും പാനപാത്രവാഹകൻ്റെയും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞത്. തടവറയിൽ കിടക്കുമ്പോഴും അവൻ തന്നെ അന്യായമായി തടവിലിട്ടിരിക്കുന്ന രാജാവിനെയോ തനിക്കെതിരെ അനീതിപരമായി കേസുകൊടുത്ത പൊന്തിഫറിൻ്റെ ഭാര്യയെയോ പഴിചാരുന്നില്ല. അവൻ വീണ്ടും അവൻ്റെ കണ്ണുകളും ഹൃദയവും ദൈവത്തിലേക്ക് ഉയർത്തുന്നു. ശാന്തശീലതയുള്ള ഹൃദയം. എന്നിട്ട് 30-ാമത്തെ വയസ്സിലാണ് ജോസഫ് ഫറവോയുടെ രാജ്യത്തിൽ ഭരണാധികാരിയായി സ്ഥാനമേൽക്കുന്നത്. അപ്പോൾ ഈ 30-ാമത്തെ വയസ്സുവരെ ജോസഫ് ഇങ്ങനെ എളിമയോടുകൂടെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തുനിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമുള്ള ഒരു പുണ്യമാണ്, കർത്താവേ, നിൻ്റെ സമയത്തിന് വേണ്ടി, നിൻ്റെ ശക്തിക്ക് വേണ്ടി, നിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി ഞാനിതാ കാത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന മനോഭാവം. ആരംഭം മുതൽ അവസാനം വരെ ജോസഫ് ശാന്തതയുള്ളവനായിരുന്നു. ജോസഫിൻ്റെ മുൻപിലേക്ക് അവനെ ദ്രോഹിച്ച സഹോദരങ്ങൾ വരുമ്പോഴും അവൻ ശാന്തത കൈവിടുന്നില്ല. അവൻ ഹൃദയത്തിൽ കോപത്തോടെയോ ക്രോധത്തോടെയോ വഞ്ചനയോടെയോ പെരുമാറുന്നില്ല. അവൻ പറയുകയാണ്, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു ദുരിതമുണ്ടാകുമ്പോൾ, ഒരു തകർച്ചയുണ്ടാകുമ്പോൾ, നീ പ്രതീക്ഷിക്കാത്തത്, അപ്രതീക്ഷിതമായ ചില സഹനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറയാൻ കഴിയുമോ? മോശ ആദ്യം ഇപ്രകാരം ശാന്തതയുള്ളൊരു മനുഷ്യനായിരുന്നില്ല. മോശ അവൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് അവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു ഈജിപ്തുകാരനെ ഒറ്റയടിക്ക് കൊന്നുകളയാൻ തക്കവിധം കോപമുള്ള ഒരു മനുഷ്യനായിരുന്നു. 40-ാം വയസ്സിൽ മോശ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ അവന് ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. അവിടെ അവൻ വീണ്ടും ജത്രോയുടെ ആടുകളെ മേച്ച ഒരു കൂലിക്കാരനായി 40 വർഷം മരുഭൂമിയിൽ താമസിക്കുകയാണ്. ഈ 40 വർഷത്തെ മരുഭൂമിയിലെ വാസം മോശയെ അടിമുടി മാറ്റിമറിച്ച് ശാന്തതയുള്ളൊരു മനുഷ്യനാക്കി മാറ്റുകയാണ്. ഈ മോശയെക്കുറിച്ച് പിന്നീട് വചനം പറയുകയാണ്, ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരെക്കാളും സൗമ്യതയുള്ളവനായിരുന്നു മോശ എന്ന്. പിന്നീട് 80-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വിളി കിട്ടി ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പോയ മോശയ്ക്ക് വീണ്ടും ഒരു 40 വർഷം കൂടെ ഈ ജനത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നു. ജനത്തിൻ്റെ പിറുപിറുക്കലുകൾ, ഓരോ കാര്യവും ഇല്ലാതിരിക്കുന്ന സമയത്ത്, നഷ്ടപ്പെടുന്ന സമയത്ത്, വെള്ളമില്ലാത്തപ്പോൾ, അപ്പമില്ലാത്തപ്പോൾ, മാംസമില്ലാത്തപ്പോൾ, ശത്രുക്കൾ വരുമ്പോഴൊക്കെ മോശയ്ക്കെതിരെ അവർ വെറുക്കുകയും ദൈവത്തെ നിന്ദിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തു. അപ്രകാരമുള്ള സാഹചര്യങ്ങളിലൊക്കെ മോശ സൗമ്യത കൈവിടാതെ,
സൗമ്യതയോടുകൂടെ ഇവരെ പരിപാലിച്ചു കൊണ്ട് നടക്കുകയാണ്. 11 ദിവസം കൊണ്ട് പൂർത്തിയാകേണ്ട യാത്ര 40 വർഷമായിട്ടും തീരാതിരിക്കുമ്പോഴും മോശ അധൈര്യനാകുന്നില്ല. അവൻ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നിങ്ങൾ 40 വർഷം, അതായത് 40 ദിവസങ്ങൾക്ക് പകരം 40 വർഷം മരുഭൂമിയിൽ ചെലവഴിക്കണമെന്ന ദൈവ തീരുമാനമുണ്ടായപ്പോൾ മോശ ആ തീരുമാനത്തെ ശിരസാ വഹിക്കുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, നീ കാനാൻ ദേശം കാണുകയില്ല. മോശ ആ തീരുമാനത്തെയും സ്വീകരിക്കുകയാണ്. താൻ ഏത് കാര്യത്തിനു വേണ്ടിയാണോ ജനത്തെയുമായി ഇറങ്ങി പുറപ്പെട്ടത്, വാഗ്ദാന ദേശത്തേക്കുള്ള യാത്ര, ആ യാത്രയുടെ ലക്ഷ്യത്തിലേക്ക് താൻ എത്തുകയില്ല എന്നറിയുമ്പോഴും മോശ ഒരു പൈതലിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ തന്നെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശാന്തശീലർ അനുഗ്രഹീതർ, അവർ ഭൂമി കൈവശമാക്കും. ഈശോയുടെ ജീവിതം മുഴുവൻ ഇപ്രകാരം ശാന്തതയോടുകൂടെയുള്ള ഒരു ജീവിതമായിരുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, 27-ാം സങ്കീർത്തനം 14-ാമത്തെ തിരുവചനം. സങ്കീർത്തനം 27:14. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 27:14. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. നിന്റെ ജീവിതത്തിലേക്ക് ഒരു മഹാമാരിയായി കോവിഡ് കടന്നു വന്നേക്കാം, വലിയ നഷ്ടങ്ങൾ കടന്നു വന്നേക്കാം, നിന്റെ പ്രിയപ്പെട്ടവർ പടിയിറങ്ങി പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നേക്കാം. എല്ലാം തീർന്നെന്നും നീ പൊടിയും ചാരവുമായി തീർന്നെന്നും തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. വചനം പറയുന്നു, കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുവിൻ. ദാവീദ് ഈ പാട്ട് പാടുന്നതിൻ്റെ പിറകിലൊരു പശ്ചാത്തലമുണ്ട്. ദാവീദിനെ സാമുവേൽ പ്രവാചകൻ ഇസ്രായേലിൻ്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടവനായി അഭിഷേകം ചെയ്തതാണ്. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട് ദാവീദ് സാവൂളിൻ്റെ കൊട്ടാരത്തിൽ സാവൂളിനെയും ശുശ്രൂഷിച്ച് കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയേറെ വിജയങ്ങൾ ദാവീദിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനതയ്ക്കും സാവൂളിനുമൊക്കെ ലഭിക്കുന്നു. പക്ഷേ തനിക്ക് കിട്ടുന്നതിനേക്കാൾ സ്നേഹവും ആദരവും ദാവീദിന് കിട്ടുന്നു എന്ന് കണ്ട് അസൂയാലുവായ സാവൂള് ദാവീദിനെ കൊല്ലുന്നതിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്. ദാവീദിനെ കൊല്ലുന്നതിന് വേണ്ടി, ഒരു തെറ്റും ചെയ്യാത്ത ദാവീദാണ്. ദാവീദ് ആകെ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് സാവൂളിന് വേണ്ടി യുദ്ധങ്ങൾ നടത്തുകയും വിജയം കൊണ്ടുവരികയും ചെയ്തു എന്നതാണ്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ നീതിമാനായി ജീവിച്ച ദാവീദിനെ കൊല്ലുന്നതിന് വേണ്ടി സാവൂൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ വായിക്കുകയാണ്, 1 സാമുവേൽ 24-ാം അധ്യായത്തിൽ ദാവീദിനെ കൊല്ലാൻ അന്വേഷിച്ച് നടക്കുന്ന സാവൂളിനെ ദാവീദിൻ്റെ കയ്യിൽ കിട്ടുകയാണ്. ദാവീദ് ഒളിച്ചിരുന്ന ഗുഹയിലേക്ക് വിസർജനത്തിനായി സാവൂൾ ഒറ്റയ്ക്ക് കടന്നു ചെല്ലുന്നു. ദാവീദിൻ്റെ അംഗരക്ഷകൻ പറയുന്നു, ഒറ്റ വെട്ടിന് നീ അവനെ തീർക്കുക. എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നവനെ എൻ്റെ കയ്യിൽ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. ദാവീദ് എന്തു ചെയ്യണം? ദാവീദ് പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തി പാപം ചെയ്യുകയില്ല. ഞാൻ കർത്താവിൻ്റെ നീതിയെ, നിയമത്തെ എൻ്റെ കരങ്ങളിൽ എടുക്കുകയില്ല. ഞാൻ കർത്താവിന് വേണ്ടി കാത്തു നിൽക്കും. ഇതുപോലെ തന്നെ 1 സാമുവേൽ 26-ാം അധ്യായത്തിൽ സാവൂളിൻ്റെ പാളയത്തിലേക്ക്, സാവൂൾ കിടന്നുറങ്ങുന്നിടത്തേക്ക് ദാവീദും അബിഷായിയും കടന്നു ചെല്ലുകയാണ്. വീണ്ടും ദാവീദിന് ലഭിക്കുന്ന പ്രലോഭനം, ഒറ്റ വെട്ടിന് നീ അവനെ തീർക്കുക. അതോടുകൂടി നിന്റെ യാതനകൾ അവസാനിക്കും, നിന്റെ ഈ ഒളിച്ചോട്ടം അവസാനിക്കും,
നീ മരുഭൂമിയിലും മലമുകളിലുമായി ഇങ്ങനെ ജീവിതം തള്ളി നിൽക്കേണ്ട ദുരവസ്ഥയ്ക്ക് ഒരന്ത്യമുണ്ടാകും, പരിഹാരമുണ്ടാകും. രാജാവിനെ തീർത്ത് കളയുക. ദാവീദ് പറയുകയാണ്, കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. പകരം അവൻ എന്തു ചെയ്യും? അവൻ കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി, കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി, കർത്താവിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി കാത്തു നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോഴും അവൻ്റെ ഹൃദയം നിറയെ ദൈവത്തിൻ്റെ നിയമമാണ്. അവൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും അവൻ ചിന്തിക്കുന്നത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ്. ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ്, ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ്. ജീവിതത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുകയാണ്. പക്ഷേ അവൻ്റെ ഹൃദയം കർത്താവിൽ അവൻ ഉറപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവിൻ്റെ നിയമത്തിൽ ഹൃദയമുറപ്പിക്കുമ്പോഴാണ് ഒരാൾ ഭൂമി അവകാശമാക്കി മാറ്റുന്നത്. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. നിയമാവർത്തനം 11, 8 മുതൽ 9 വരെ. ആരാണ് ദേശം അവകാശമാക്കുന്നതെന്ന് പറയുന്നു. ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാൻ ഇടയാവുകയും ചെയ്യുകയുള്ളൂ. നിനക്ക് ശക്തനാകണമെങ്കിൽ നീ സൗമ്യത അഭ്യസിക്കണം. നിനക്ക് ധീരനാകണമെങ്കിൽ നീ ശാന്തനാകണം. ശാന്തനായ ഒരാൾക്ക്, കർത്താവിനു വേണ്ടി കാത്തു നിൽക്കുന്ന തക്കവിധം ശാന്തനായ ഒരാൾക്ക് ധീരത കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പൗലോസ് അപ്പോസ്തലൻ ഈ ശാന്തത എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ പാലിച്ചതെന്ന് പറയുന്നുണ്ട്. പൗലോസിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ അവൻ കടന്നു പോവുകയാണ്. പൗലോസ് എഴുതുകയാണ്, കൊരിന്ത്യസുകാർക്ക് എഴുതിയിട്ടുള്ള 2-ാം ലേഖനം 12-ാം അധ്യായം 7 മുതൽ ഉള്ള തിരുവചനങ്ങൾ. 2 കൊരിന്ത്യസ് 12, 7 മുതൽ 10 വരെ. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ വളരെയേറെ ക്ലേശിക്കുന്നു. എനിക്ക് ഒന്നും സ്വതന്ത്രമായി ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ എപ്പോഴും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുള്ള് എന്നിലുണ്ട്. മതിമറന്ന്, അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ അതെന്നെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എന്നെ ശക്തനാക്കുന്ന ഒരു ബലഹീനത, എന്നെ ധീരനാക്കുന്ന ഒരു ശാന്തത. പ്രിയപ്പെട്ടവരെ, ശാന്തശീലർ അനുഗ്രഹീതർ, അവർ ഭൂമി അവകാശമാക്കും. ജീവിതത്തിൽ ആക്ഷേപങ്ങളുണ്ടായി,
ബലഹീനതകളുണ്ടായി, ഞെരുക്കങ്ങളുണ്ടായി, പീഡനങ്ങളുണ്ടായി, അത്യാഹിതങ്ങളുണ്ടായി. കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഈ മുള്ളെടുത്ത് മാറ്റണമേ. ദൈവം മുള്ളെടുത്ത് മാറ്റിയില്ല. പകരം പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. നിന്നിലുള്ള ആ മുള്ള് നിനക്ക് ശക്തിയാക്കി മാറ്റാൻ കഴിയുന്നവനാണ് ഞാൻ. പൗലോസ് പറഞ്ഞു, എൻ്റെ ബലഹീനതയെ കർത്താവ് ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുറവുകളെ ദൈവം തൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കും. എൻ്റെ ഇല്ലായ്മകളെ ദൈവം തൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശാന്തശീലതയോടുകൂടെ ശാന്തശീലരായി ജീവിക്കുന്നതിന് നമുക്ക് കൃപ തരുന്ന 3 ചിന്തകളിൽ ഒന്നിങ്ങനെയാണ്: കർത്താവിന് മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരാൻ സാധിക്കുകയുള്ളൂ. കർത്താവിന് മാത്രമേ. അവിടെ നിന്നാണ് സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. ജെറമിയ 32:27. ജെറമിയ 32:27. ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന ബോധ്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. രണ്ടാമതായി, ദൈവം വിശ്വസ്തനാണ്. ദൈവം എന്നെ കൈവിടുകയില്ല എന്ന ബോധ്യത്തോടുകൂടെ കാത്തിരിക്കുക. നിയമാവർത്തനം 31:6-8 വരെയുള്ള തിരുവചനങ്ങളിൽ വചനം പറയുകയാണ്, നീ ശക്തനും ധീരനുമായിരിക്കുക. നീ ശക്തരും ധീരരുമായിരിക്കുക. ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന ബോധ്യത്തോടുകൂടെ നീ കാത്തു നിൽക്കുക. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. അപ്പോൾ രണ്ടാമത്തെ ചിന്ത, ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് നിന്നെ കൈവിടുകയില്ല. അതുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. മൂന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഏതെന്ന് അറിയുന്നവനാണ് ദൈവം. ഞാൻ നന്മയാണെന്ന് കരുതുന്നതെല്ലാം എനിക്ക് നന്മയാകണമെന്നില്ല. യഥാർത്ഥത്തിൽ ഏതാണ് നന്മയെന്ന് അറിയാവുന്നത് ദൈവമാണ്. ആ നന്മ അവിടുന്ന് എനിക്ക് തീർച്ചയായും തരും. ഞാൻ ശാന്തതയോടുകൂടെ കാത്തിരുന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ സമയങ്ങളിൽ എൻ്റെ ഹൃദയം അസ്വസ്ഥമായ നിമിഷങ്ങളുണ്ട്. എല്ലാം തകർന്നു എന്ന് കരുതുകയും ഞാൻ അങ്ങയെ ഓർക്കാതിരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്ത നിമിഷങ്ങളുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഏതാണ് നല്ലതെന്നറിയാവുന്ന അങ്ങ് വിശ്വസ്തനാണെന്നും എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനാണെന്നുമുള്ള ബോധ്യത്തോടുകൂടെ ഏറ്റവും നന്മയായത് അങ്ങ് എനിക്കെപ്പോഴും നൽകുന്നു എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ വഴികൾ എപ്പോഴും അന്വേഷിക്കുവാനുള്ള ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ പദ്ധതികൾക്ക് എപ്പോഴും കീഴ്വഴങ്ങുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.